നമസ്കാരം. പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിൽ ബി.ജെ.പി. അപ്രസക്തമാണ്. കേരളത്തിന്റേത് മതേതര മനസ്സാണ്. ഇവിടെ അവർ ശ്രമിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാനാണ്. ആരാധനാലയങ്ങളെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്താനാണ് നീക്കമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ബി.ജെ.പി. ക്യാമ്പയിൻ നടത്തുമ്പോൾ ഞങ്ങൾ കൗണ്ടർ ക്യാമ്പയിൻ നടത്തും. രാഹുൽ ഗാന്ധി ഇപ്പോൾ മണിപ്പൂരിലാണ്. വലിയ ജനാവലിയാണ് അവിടെയുള്ളത്. അത് വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. കേരള ജനതയുടെ മനസ്സ് വർഗീയതയ്ക്കെതിരെ ചിന്തിക്കുന്നതാണ്. ഇവിടെ വന്ന് ക്രിസ്തീയ പള്ളികളിൽ പോയി ആരാധന നടത്തുന്നവർ മണിപ്പൂരിൽ ക്രിസ്തീയ ദേവാലയങ്ങൾ കത്തിക്കുകയാണ്. 250 ക്രൈസ്തവ ദേവാലയങ്ങളാണ് മണിപ്പൂരിൽ കത്തിച്ചത്. ഇത് ജനം കാണുന്നുണ്ട്. കേരളത്തിൽ കേക്ക് മുറിക്കാൻ പോവുകയാണ് ബി.ജെ.പിക്കാർ. എന്നാൽ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. തൃശൂരിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് നടത്തിയത് ആവേശ കമ്മിറ്റിക്കാരാണ്. ആവേശം സ്വാഭാവികം മാത്രമാണ്. സ്ഥാനാർത്ഥിയെ ഇതുവരേക്കും തീരുമാനിച്ചിട്ടില്ല. അതിന് പ്രത്യേക സംവിധാനം തന്നെ കോൺഗ്രസിനുണ്ട്. മുഖ്യമന്ത്രി പിണറായി രക്തദാഹിയാണ്. കുഞ്ഞുങ്ങളുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന സാഡിസ്റ്റാണ് അയാൾ. ഇത്രയേറെ അക്രമം അഴിച്ചുവിട്ട ഒരു പോലീസ് സംവിധാനം മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ അതിശക്തമായി തന്നെ പ്രതികരിക്കും. യൂത്ത് കോൺഗ്രസും KSUവും മഹിളാ കോൺഗ്രസും രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ഈ അടിച്ചമർത്തലിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരണം നടത്താനാണ് തീരുമാനം. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. UDF-നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ തനിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സതീശൻ പറഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏകാധിപതികളായ ഭരണാധികാരികളെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയാണ് പിണറായി വിജയൻ. യൂത്ത് കോൺഗ്രസും KSUവും മഹിളാ കോൺഗ്രസുമൊക്കെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അടിച്ചമർത്തൽ കൊണ്ടൊന്നും സമരങ്ങളെ ഇല്ലാതാക്കാനാകില്ല എന്നും സതീശൻ വ്യക്തമാക്കി.